2017 മുതൽ ആലഞ്ചേരി പിതാവിനെ ഒരു കൂട്ടം കാട്ടാളന്മാർ സഭയ്ക്കുള്ളിലിട്ട് ആക്രമിച്ച് ആഘോഷിച്ചപ്പോൾ അന്നും സീറോ മലബാർ സഭയ്ക്ക് ഒരു മീഡിയ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ പരിപാവനത അന്നുമുണ്ടെന്നാണ് അവകാശവാദം. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും ആ പിതാവിനെ ആശ്വസിപ്പിക്കാൻ ആ മീഡിയ കമ്മീഷൻ തുനിഞ്ഞിറങ്ങിയില്ല. സിറവാസൽ പിതാവിനെ കുപ്പികൊണ്ടെറിഞ്ഞ് സ്വീകരിച്ചപ്പോൾ സഭയുടെ മീഡിയ കമ്മീഷൻ വാ തുറന്നില്ല, കമാന്ന് മിണ്ടിയില്ല, പ്രസ്താവന ഇറക്കിയില്ല. താഴത്തെ പിതാവിന്റെ കാല് തന്നെ ഒടിക്കുമെന്ന് ചിലർ പറഞ്ഞപ്പോൾ മീഡിയ കമ്മീഷൻ ധ്യാനം കൂടാൻ പോയി. വിമത സഖാക്കളോടുള്ള അതിരുകടന്ന വാത്സല്യ നിമിത്തം ഒരു വാക്കുപോലും അന്നേ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ വിമതർക്കെതിരെ എഴുതിയില്ല. സിനഡിന്റെ തീരുമാനത്തെ അനുകൂലിക്കുന്നവരെ മറ്റൊരു പക്ഷമാക്കിയതായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സഭയുടെ തീരുമാനത്തെ അനുകൂലിച്ചെത്തുന്നവരെ മാർ പാംബ്ലാനി അവരെ യൂദാസ് ആണെന്ന് വെല്ലുവിളിക്കാൻ ഒത്താശ ചെയ്തു. ആലഞ്ചേരി പിതാവിന്റെയും സാന്തിരി പിതാവിന്റെയും കോലം കത്തിച്ചപ്പോൾ മീഡിയ കമ്മീഷൻ അറിഞ്ഞതേയില്ല. ഇപ്പോഴിതാ തലശ്ശേരി അരമനിൽ പോസ്റ്റർ പതിച്ചപ്പോൾ മീഡിയ കമ്മീഷന് പൊള്ളി. അസഹിഷ്ണുത അതിര് കടക്കുകയാണ്. സഭയെ അനുകൂലിക്കുന്നവരെ കാണുമ്പോൾ മാർ പാംബ്ലാനിയുടെയും പിതാവിന്റെയും ഒക്കെ മേജർ ആർച്ച് ബിഷപ്പിന്റെയൊക്കെ ബോഡി ലാംഗ്വേജ് വളരെ വർണ്ണനകൾക്കും അതീതമാണ്. അസഹിഷ്ണുത ഇത്തിരി കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. ആലഞ്ചേരി പിതാവിനെ പുറത്താക്കുന്നതിലെ കുരുട്ട് ബുദ്ധിയും ബോസ്കോ പുതൂരിനെയും മാർ താഴത്തിനെയും അതിരൂപതയിൽ നിന്നും പുറത്താക്കിയതിന്റെ പിന്നിൽ തന്ത്രജ്ഞനും ഒക്കെ ആരാണ്? ആ കുരുട്ട് ബുദ്ധി ആരാണ്? അതാണ് മാർ പാംബ്ലാനി. അതുകൊണ്ടാണ് അദ്ദേഹം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വികാരിയെ വന്നിരിക്കുന്നത്. മലബാർ സഭയെ കൈപ്പിടിയിലാക്കാൻ കൊച്ചി തൊട്ട് ചങ്ങനാശ്ശേരി ഇറങ്ങി നേരെ തലശ്ശേരി വരെ ജൈത്രയാത്ര അശ്വമേധം നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് പലരുടെയും രക്തം ചിന്തിയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം സഭ ഈ മാർ പാംബ്ലാനി എന്ന ബിഷപ്പിന്റെ കയ്യിൽ വേണമെന്നാണ് അദ്ദേഹത്തിന്റെ പണ്ടേയുള്ള അഭിലാഷം. ആ അഭിലാഷ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, ആ ആഗ്രഹ സാധൂകരണത്തിന് വേണ്ടിയിട്ടാണ് മാർ പാംബ്ലാനി ഇതാ മാർ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളുടെ പിറകെ കൂടിയിരിക്കുന്നു. ഈ നോമ്പ് കാലത്തിൽ പോലും വിശ്വാസികളെ വെറുതെ വിടാൻ ഒരു മെത്രാൻ ഒരുക്കമില്ല എന്ന് കണ്ടാൽ മറ്റു സഭാവിശ്വാസികൾ എന്താണ് അതിനെ അർത്ഥമാക്കേണ്ടത്? അവരെന്ത് കരുതണം? സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ ഭാഗമായ ഫാദർ ടോം ഒലിക്കരോട്ട് അതിരൂപത PR, തലശ്ശേരി അതിരൂപതയുടെ PR ഫാദർ ജോസഫ് മുട്ടത്തുകുന്ന്, രണ്ടുപേരും ബെസ്റ്റ് ടീമുകളാണ്. പാംബ്ലാനിയുടെ ആശ്രിതർ. ഏറ്റവും ഒടുവിൽ പറ്റിയാൽ മെത്രാനാക്കാൻ പാംബ്ലാനി ഇറങ്ങിത്തിരിച്ചിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്നതായി രണ്ടുപേരും. ഇവർ ബിഷപ്പ് പാംബ്ലാനിക്ക് ഓശാന പാടുന്നത് തികച്ചും സ്വാഭാവികം. പക്ഷേ ഇത് മാർപ്പാപ്പയുടെ കൽപ്പന നടപ്പാക്കാതെ കടുത്ത അനുസരണക്കേടും വിശ്വാസവഞ്ചനയും ഒക്കെ കാട്ടിക്കൊണ്ടുള്ള ഒരു മീഡിയ കമ്മീഷൻ പ്രവർത്തനമാണെന്ന് ഓർക്കണം. വിമതർ മാത്രമുള്ള മീഡിയ കമ്മീഷൻ ആണെങ്കിൽ ഇതും നടക്കും, ഇതിലപ്പുറവും നടക്കും. അവർ കൃത്യമായി പാംബ്ലാനിക്ക് വേണ്ടി വിമത അനുകൂല വിശ്വാസി വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. തെറ്റാണെങ്കിൽ എന്ത്? ഫാദർ ടോം ഒലിക്കരോട്ടും ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേലും അടുത്തിടെ കുർബാന വിഷയത്തിൽ ഇറക്കിയ പത്രക്കുറിപ്പുകളിൽ ഗൗരവകരമായ തെറ്റുകളുണ്ട്. പലതവണ പറഞ്ഞു നോക്കി, തിരുത്തുന്നില്ല. വിശ്വാസികളെയും മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ പത്രക്കുറിപ്പുകൾ ഇറക്കുന്നത്. എറണാകുളം രൂപതയിൽ പാംബ്ലാനി പിതാവ് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിമത അനുകൂല നിലപാടുകൾക്ക് സിനഡിന്റെ അംഗീകാരമുണ്ടെന്നതാണ് പത്രക്കുറിപ്പിലെ തെറ്റിദ്ധാരണജനകമായ ഒരു വാക്ക്. മാധ്യമങ്ങളെല്ലാം അത് വച്ച് ആഘോഷിക്കുമെന്ന് അവർ കരുതി. ദിനപത്രങ്ങൾ അങ്ങനെ കൊടുത്തു, കാരണം സഭയുടെ പത്രക്കുറിപ്പല്ലേ. പക്ഷേ യൂട്യൂബ് ചാനലുകളും മറ്റ് മാധ്യമങ്ങളുമൊക്കെ അതിനെ തലനാരിഴകീറിയാണ് വിമർശിച്ചത്. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് മാർപ്പാപ്പയുടെ പരിപൂർണ അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അധികാര സ്ഥാപനമാണ്. മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സിനഡ് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കേണ്ട ഒരു കാര്യമില്ല, അസാധുവാണ്. അത് ഇന്ത്യയിലെ തീരുമാനമല്ല, വത്തിക്കാന്റെ തീരുമാനമാണ്. മാർപ്പാപ്പയുടെ കൽപ്പന പുനഃപരിശോധിക്കാൻ സിനഡിന് പോലും ഒരു അധികാരമില്ല. സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന പരിശുദ്ധ സിംഹാസനത്തിൽ ആര് വന്നിരുന്നാലും പറയുന്ന ആ നിലപാട് അത് ഇപ്പോഴും ഉറപ്പിച്ചു നിൽക്കുന്നു. ആ കൽപ്പന ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പാംബ്ലാനി പിതാവിനെയും ജനാഭിമുഖ കുർബാനയെയും പിന്തുണച്ചുകൊണ്ടുള്ള സീറോ മലബാർ സിനഡിന്റെ ചില നീക്കങ്ങൾ നിയമവിരുദ്ധമാണ്. അടുത്തത്, എറണാകുളത്ത് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന
സിനഡിന്റെ തീരുമാനം വാർത്താക്കുറിപ്പായി ഇറക്കി. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലെന്ന് കമ്മീഷൻ അറിയില്ലേ? സിനഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, വാക്കാൽ പോലും പറഞ്ഞാൽ പോലും, അത് പത്രക്കുറിപ്പ് ഇറക്കിയാൽ അത് മാർപ്പാപ്പയുടെ, വത്തിക്കാനും പരിശുദ്ധ സിംഹത്തിനും വിരുദ്ധമാകില്ലേ? അത് കമ്മീഷൻ ഓർക്കുന്നില്ല. ഏകീകൃത കുർബാന പെട്ടെന്ന് നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ കൽപ്പന ഇപ്പോഴും ഉണ്ടെന്ന് കമ്മീഷൻ മറന്നുപോയി മനഃപൂർവ്വം. അങ്ങനെ വരുമ്പോൾ ഘട്ടം ഘട്ടമായുള്ള ഈ നടപ്പാക്കൽ പ്രഖ്യാപനം പോലും നിയമവിരുദ്ധമാണ്. ഘട്ടം ഘട്ടമായി എത്ര നാളുകൾ കൊണ്ട് നടപ്പാക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ടൈം ടേബിൾ തന്നത്? മീഡിയ കമ്മീഷൻ അറിയാമോ? എത്ര കാലമെടുത്ത് ഘട്ടം ഘട്ടമായി എറണാകുളം മംഗലം അതിരുവിൽ അടച്ചിട്ട പള്ളികൾ തുറക്കുകയും എല്ലാ പള്ളികളിലും ഘട്ടം ഘട്ടമായി പൂർണ്ണമായും ഏകീകൃത കുർബാന അർപ്പിക്കുകയും ചെയ്യുമെന്നും അവിടെ ജനാഭിമുഖ കുർബാന ഒഴിവാക്കുമെന്നും കമ്മീഷൻ അറിയില്ല. അപ്പോൾ മെത്രാന്മാർ പറഞ്ഞു കൊടുക്കുന്നു, കമ്മീഷൻ അതുപോലെ അങ്ങ് ഛർദ്ദിച്ചു വയ്ക്കുന്നു. വിഘടിച്ചു നിൽക്കുന്ന സഭാ സമൂഹത്തെ പൈതൃക സ്നേഹത്തോടെ അന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പാലമായി നിൽക്കേണ്ടതാണ് ഈ മെത്രാന്മാര്. പമ്പ്ളാനി പിതാവ് അങ്ങനെ പരിശ്രമിക്കുന്നു എന്നാണ്. വിഘടിച്ചു നിൽക്കുന്ന സമൂഹത്തെ പൈതൃക സ്നേഹത്തോടെ അന്യത്തിനോട് ഒരുമിച്ച് എത്താൻ പാമ്പ്ളാനി പിതാവ് ശ്രമിക്കുന്നു എന്നാണ് കമ്മീഷന്റെ പത്രക്കുറിപ്പിലെ മറ്റൊരു അടിസ്ഥാനരഹിതമായ വാക്യം. വിഘടിച്ചു നിൽക്കുന്ന വിമത വിഭാഗമെന്ന് എങ്ങനെ പറയുന്നു? മീഡിയ കമ്മീഷനാണ്. വിഘടിച്ച് നിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്തിന് തെളിവുണ്ടോ? വിമതരായി നിൽക്കുന്ന വിശ്വാസികൾ എപ്പോഴും കർത്താവിന്റെ മുന്നിൽ മുട്ടുപോയി പ്രാർത്ഥിക്കുന്നു ഏകീകൃത കുർബാന വേണമെന്ന്. അപ്പോൾ വിഘടിച്ച് നിൽക്കുകയാണോ അതോ വിമതവാദികൾ, വിമത വൈദികർ മാറി നിൽക്കുകയല്ലേ? ഇതാണോ മീഡിയ കമ്മീഷന്റെ ദൗത്യം, ലക്ഷ്യം? എന്താണ് ഒരു ലക്ഷ്യം? സഭയെ വിഘടിപ്പിക്കുകയാണോ? വിഘടിച്ചു നിൽക്കുന്ന സഭയെ ഒന്നാക്കാൻ പാമ്പ്ളാനി ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണോ? കഷ്ടമാണ്. സഭാ നിയമം അനുശാസിക്കുന്ന കുർബാന തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നവർ സഭാവിരുദ്ധരാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വാസികളെ സഭാവിരുദ്ധരെന്ന് പറഞ്ഞത്? നിങ്ങളുടെ അതിരൂപതയ്ക്കുണ്ടാകുന്ന വരുമാനം, ആ വരുമാനം നിങ്ങളുടെ രൂപതാ വളപ്പിലെ തെങ്ങിൽ നിന്നും തേങ്ങ വെട്ടിയും പറമ്പിലെ വാഴയിൽ നിന്നും വാഴക്കൊല വെട്ടിയും വയലിലെ നെല്ല് കൊയ്തുമൊക്കെ വിറ്റ് കിട്ടുന്ന പണമാണോ? വിശ്വാസികൾ കൊണ്ട് നേർച്ചപ്പെട്ടിയിലിടുന്ന പണമാണ്. വിശ്വാസികൾ അവിടെ മനസ്സറിഞ്ഞ് ഓരോരോ ഇടവകകളിൽ നൽകുന്ന സംഭാവന പണമാണ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ മണിമാളികകളും വൈദിക സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ കെട്ടിപ്പൊക്കിയത്? എന്തിനേറെ ഉണ്ടല്ലോ നിരവധി മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. അത് എങ്ങനെ നിങ്ങൾ കെട്ടിപ്പോക്കുന്നു? വിശ്വാസികളുടെ പണം കൊണ്ട്. വിശ്വാസിക്ക്, ഈ പണം മുടക്കുന്ന വിശ്വാസി സിറോ മലബാർ സഭയ്ക്ക് വേണ്ടിയല്ല മുടക്കുന്നത്. മറ്റേത് സഭയായാലും ആ സഭയുടെ വൈദികർക്ക് വേണ്ടിയുമല്ല മുടക്കുന്നത്. തങ്ങളുടെ കർത്താവിന് വേണ്ടിയാണ്, വിശ്വാസം സംരക്ഷിക്കാനാണ്, വിശ്വാസം തുടരാൻ, തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക്, തങ്ങളുടെ മക്കളുടെ മക്കൾക്കൊക്കെ ഇതേ വിശ്വാസം, ഇതേ പാരമ്പര്യം, തങ്ങളുടെ ബ്ലഡിലുണ്ടായിരുന്ന ആ പാരമ്പര്യം അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ, അത് തുടരാൻ, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സഭയ്ക്ക് വേണ്ടിയും ഇടവയ്ക്ക് വേണ്ടിയും ഒക്കെ ഇത്രയും പണമൊക്കെ ചിലവാക്കുന്നത്. ഉള്ളവരും നൽകും, ഇല്ലാത്തവരും നൽകും. ഉള്ളവൻ ഇത്ര തരിക, ഇല്ലാത്തവർ ഇത്ര തരിക എന്നല്ല. ഉള്ളവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നവർ തരും, ഇല്ലാത്തവനും അതിന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന തുക നൽകാറുണ്ട്. അതെല്ലാ വർഷവും ഉണ്ട്. പിതാക്കന്മാർക്ക് വ്യക്തമായി അറിയാം. അതെങ്കിലും സിനഡ് ഓർക്കണം. അതുകൊണ്ട് ഇത്തരം മീഡിയ കമ്മീഷന്റെ ആഭാസത്തരമൊന്നും വളരെ മോശമാണ്. മറ്റേത് മതസ്ഥാപനമായാലും ഇത്ര കെട്ടുറപ്പുള്ള മീഡിയ കമ്മീഷൻ മറ്റൊരിടത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത്ര പക്ഷം പിടിക്കുന്ന ഏകപക്ഷീയമായൊരു മീഡിയ വിങ് സിറോ മലബാർ സഭയ്ക്കല്ലാതെ വേറെ സഭയ്ക്കുമില്ല. പറയാതെ വയ്യ.